YS ശർമിളയിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അവരെ കൊണ്ട് വലിയ മുന്നേറ്റമൊന്നും നടത്താൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, TDPയുടെ വലിയ തേരോട്ടമായിരുന്നു. യഥാർത്ഥത്തിൽ നേട്ടം മുഴുവൻ കൊയ്തെടുത്തത്, സമസ്ത വിജയവും നേടിയത് 21 സീറ്റുകളിലും നിയമസഭയിൽ വിജയിച്ച പവൻ കല്യാണിന്റെ, ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ആന്ധ്രാപ്രദേശിലെ ജനകീയനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സിനിമാ താരം പവൻ കല്യാണിന്റെ പാർട്ടിയായ ജനസേനയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. BJP TDPയുമായി ചേർന്ന് 3 ലോക്സഭാ സീറ്റുകളിൽ ജയിക്കുകയും 8 നിയമസഭാ സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു. തെലങ്കാനയിൽ അവർ മുഖ്യ പ്രതിപക്ഷമാകാൻ പോരാടുന്നു. അവർക്ക് 8 ലോക്സഭാ സീറ്റുകൾ കിട്ടി. അതായത് ആന്ധ്രാപ്രദേശ്, ഐക്യ ആന്ധ്രാപ്രദേശിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് ഈ 2 സംസ്ഥാനങ്ങൾ കൂടി ചേരുന്നതാണല്ലോ ഐക്യ ആന്ധ്രാപ്രദേശ്. 2014 മുമ്പ് വരെ ഈ മേഖലയിൽ നിന്നും BJPക്ക് 11 MP-മാരെ, 8 MP-മാർ തെലങ്കാനയിലും 3 MP-മാർ ആന്ധ്രയിൽ നിന്നും, അങ്ങനെ റെക്കോർഡ് ലീഡാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ വളരെയധികം അസ്വസ്ഥരാണ് കോൺഗ്രസ് എന്നുള്ളതിൽ സംശയമില്ല. തെലങ്കാനയിൽ കോൺഗ്രസിന് 8 സീറ്റ് ജയിക്കാൻ കഴിഞ്ഞുള്ളെങ്കിലും വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ BJPയെക്കാളൊക്കെ ബഹുദൂരം മുന്നിലാണ്. അവിടെ BRSനാണ് നിലവിൽ പ്രതിപക്ഷ സ്ഥാനമെങ്കിലും വളരെ വൈകാതെ അത് BJP കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ആന്ധ്രാപ്രദേശിൽ അങ്ങനെയല്ല സ്ഥിതി. കോൺഗ്രസിന് അവിടെ മുന്നേറ്റം നടത്താൻ കഴിയുന്നില്ല. ഇതിനിടയിലാണ് കോൺഗ്രസ് നേതൃത്വം കൃത്യമായും ഇപ്പോൾ രേവന്ത് റെഡ്ഡിക്ക് ആന്ധ്രയുടെ ചുമതല കൂടി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ശർമിളയെ പരമാവധി പിന്തുണയ്ക്കാൻ വേണ്ടിയുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതായത് ആന്ധ്രയിൽ മുൻ TDPയുടെ നേതാവ് കൂടിയായിരുന്ന, ഇപ്പോൾ കോൺഗ്രസിന്റെ എല്ലാമായി തെലങ്കാനയിൽ നിറഞ്ഞാടുന്ന രേവന്ത് റെഡ്ഡിക്ക് ആന്ധ്രയിലെ TDPയും അതുപോലെ തന്നെ അവിടെ കൃത്യമായി TDPയുമായി ഇടഞ്ഞു നിൽക്കുന്നവർ നിരവധിയുണ്ട്. BJPയുമായി സൗഹൃദം പങ്കിടാൻ ആഗ്രഹിക്കാത്തവർ, അവരെ തിരികെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചുമതല രേവന്ത് റെഡ്ഡിക്ക് കൊടുത്തുകൊണ്ട് ശർമിളയ്ക്ക് കരുത്ത് പകരുന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോവുകയാണ്. ജഗൻമോഹൻ റെഡ്ഡി ഈ ഒരു ദൗത്യത്തിന് ഭാഗമാകുമോ? വൈകാതെ കോൺഗ്രസിലേക്ക് സഖ്യം വ്യാപിപ്പിക്കാൻ ജഗൻമോഹൻ റെഡ്ഡി തയ്യാറാകുമോ എന്നതിലിരിക്കുന്നു ഇനി ജഗൻമോഹന്റെ ഭാവി മുഴുവൻ. കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസം നിരവധി ഉണ്ടെങ്കിലും അങ്ങനെ തമ്മിൽ തല്ലുകൂടേണ്ട സാഹചര്യമല്ല. കാരണം എല്ലാം TDP മുതലെടുപ്പാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്നത്. അതിനെതിരെ ശബ്ദിക്കണമെങ്കിൽ തീർച്ചയായും ശർമിളയെ കൂടി കൂട്ടിയേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ ജഗൻ വളരെ ദുർബലനാണെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ശക്തി സംഭരിച്ച് മുന്നോട്ട് വരാവുന്ന അവസ്ഥയാണ്. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും തുടങ്ങാൻ വേണ്ടി രേവന്ത് റെഡ്ഡിയെ കൂട്ടുപിടിച്ച് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ ജഗനും താല്പര്യം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.